നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഭിന്നശേഷിക്കാർക്ക് ആശ്വാസം പകരുന്ന പദ്ധതിക്ക് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽ തുടക്കം. ഭിന്നശേഷി സൗഹൃദ ബ്ലോക്ക് എന്ന വിപുല പദ്ധതിക്കാണ് തുടക്കം കുറിച്ചത്. കരുവന്നൂർ പുഴയുടെ തീരത്ത് വീണ്ടും ഒരു മൃതദേഹം കണ്ടെത്തിയത് പ്രദേശവാസികളിൽ ആശങ്ക നിറച്ചു. കരുവന്നൂർ വലിയ പാലത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തായി റിലയൻസ് സ്മാർട്ട് പോയിന്റിന്റെ പുറകുവശത്തായാണ് അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിങ്ങോട്ടുകര മാവേലി സ്റ്റോറിലേക്ക് മാർച്ചും ധർണയും നടത്തി. സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി നൽകാതെ സാധാരണക്കാരെ കൊള്ളയടിക്കുകയാണ് സംസ്ഥാന സർക്കാർ ആരോപിച്ചായിരുന്നു പ്രതിഷേധം. ലോകബാങ്ക് ഉദ്യോഗസ്ഥർ അരിമ്പൂർ പാടശേഖരത്തിലെ വിളക്കുമാടം പാടശേഖരം സന്ദർശിച്ചു. റീബിൽഡ് കേരളയുടെ ഭാഗമായ തൃശൂർ പൊന്നാനി കോൾ പാടങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വിലയിരുത്തിയ സംഘം കർഷകരുമായി സംവദിച്ചു. വാർത്തകൾ വിശദമായി. ഭിന്നശേഷിക്കാർക്ക് ആശ്വാസം പകരുന്ന പദ്ധതിക്ക് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽ തുടക്കം. ഭിന്നശേഷി സൗഹൃദ ബ്ലോക്ക് എന്ന വിപുല പദ്ധതിക്കാണ് തുടക്കം കുറിച്ചത്. ഇതിന്റെ ഭാഗമായി ചേർപ്പ്, വല്ലച്ചിറ, അവണിശ്ശേരി, പാറളം എന്നീ പഞ്ചായത്തുകളിൽ ഉള്ള ഭിന്നശേഷിക്കാരുടെ പൂർണ്ണ വിവരങ്ങൾ ശേഖരിച്ചു. അങ്കണവാടി വർക്കർമാർ നടത്തിയ സർവേ വിവരങ്ങൾ വിദ്യാ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളുടെ സഹായത്തോടെ വികസിപ്പിച്ച സോഫ്റ്റ്വെയർ മുഖേന ക്രോഡീകരിക്കും. ഇതിനായി കോളേജുമായി ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് കരാറിൽ ഒപ്പിട്ടു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, സെക്രട്ടറി CK സംഗീത് എന്നിവർ ചേർന്ന് കോളേജ് അധികൃതർക്ക് വിവരങ്ങൾ കൈമാറി. 1270 ഭിന്നശേഷിക്കാരുടെ വിവരങ്ങൾ ശേഖരിച്ചതായി ക്ഷേമകാര്യ ചെയർപേഴ്സൺ ഹസീന അക്ബർ പറഞ്ഞു. കിലയുമായി സഹകരിച്ചാണ് പദ്ധതിക്ക് തുടക്കം. പൊതുസ്ഥാപനങ്ങളിലെ ഭിന്നശേഷി സൗഹൃദം, ഓരോരുത്തരുടെയും കുടുംബ പശ്ചാത്തലം, സാമ്പത്തിക അവസ്ഥ എന്നതടക്കം 100-ലധികം വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഇവ ക്രോഡീകരിച്ച ശേഷം ഭിന്നശേഷിക്കാർക്ക് ആവശ്യം വേണ്ട കാര്യങ്ങൾ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കാനാണ് ലക്ഷ്യം. ബഡ്സ് സ്കൂൾ വിപുലീകരിക്കും. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള വെങ്ങിണിശ്ശേരിയിലെ ബഡ്സ് സ്കൂൾ വിപുലീകരണം തുടരുകയാണ്. നിലവിൽ 18 വയസ്സിന് താഴെയുള്ള 26 പേരടക്കം 76 കുട്ടികൾ ബഡ്സ് സ്കൂളിലുണ്ട്. 3 അധ്യാപകർ, 4 ആയമാർ, 1 പാചകക്കാരി, 2 ഡ്രൈവർമാർ, ഫിസിയോതെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, ചെണ്ട പരിശീലകൻ എന്നിവരുണ്ട്. 2 ബസ്സും സേവനത്തിനുണ്ട്. കൂടാതെ 1 അധ്യാപിക, നൃത്താധ്യാപിക എന്നിവരെ കൂടുതലായി നിയോഗിക്കും. കലാമത്സരങ്ങളിൽ ഇവിടുത്തെ കുട്ടികൾക്ക് സംസ്ഥാന തലത്തിൽ സമ്മാനം ലഭ്യമായിട്ടുണ്ട്. കായിക പരിശീലനം നൽകാൻ CNN സ്കൂൾ തയ്യാറാണ്. കായിക അധ്യാപകനായ വിമൽ രാജിന്റെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകാൻ ലക്ഷ്യമിടുന്നത്. ഫിസിയോതെറാപ്പി കേന്ദ്രം പണിയാൻ ജില്ലാ പഞ്ചായത്ത് ഇതിനകം 30 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. സ്കൂളിന് പുതിയ കെട്ടിടം പണിയാനും ആലോചനയുണ്ട്. കുടുംബശ്രീ, ജില്ലാ മിഷൻ, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, വിദ്യാ എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവയുടെ സഹകരണത്തോടെ സ്വയം തൊഴിൽ പരിശീലനം നടന്നുവരികയാണ്. ഓണം, ക്രിസ്മസ്, പെരുന്നാൾ തുടങ്ങിയ ആഘോഷങ്ങളും വിനോദയാത്രകളും ഇവിടെ നിന്നും നടത്താറുണ്ടെന്നും അധികൃതർ അറിയിച്ചു. കരുവന്നൂർ പുഴയുടെ തീരത്ത് വീണ്ടും ഒരു മൃതദേഹം കണ്ടെത്തിയത് പ്രദേശവാസികളിൽ ആശങ്ക നിറച്ചു. കരുവന്നൂർ വലിയ പാലത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തായി റിലയൻസ് സ്മാർട്ട് പോയിന്റിന് പുറകുവശത്തായാണ് അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. ഉച്ചതിരിഞ്ഞ് 6 മണിയോടെ മീൻ പിടിക്കുന്നതിനായി എത്തിയ പ്രദേശവാസിയാണ് അഴുകിയ ദുർഗന്ധം മൂലം പരിശോധന നടത്തിയപ്പോൾ മൃതദേഹം കണ്ടത്. ദാരുണമായൊരു അവസ്ഥയിലാണ്. അപ്പോൾ ആദ്യത്തെ സംഭവം നടന്നപ്പോൾ തന്നെ, അതായത് ഒരു 1.5-2 കൊല്ലം മുമ്പ് ഒരു കുട്ടി ചാടിയപ്പോൾ തന്നെ ഞാൻ എല്ലാവരോടും പറഞ്ഞതാണ് നമുക്ക് ഈ പാലത്തിൻ്റെ അരികത്ത് നെറ്റ് വേണം എന്ന്. അപ്പോൾ പലരും പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇതല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ചെന്ന് ചാടും എന്നാണ്. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നു നമ്മൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വരുന്ന ഒരാൾ ആ ഒരു ഇത് സമയം തരണം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്തതൊന്ന് അന്വേഷിച്ച് പോകുമ്പോഴേക്കും അവർ ചിലപ്പോൾ ആ ഒരു തീരുമാനത്തിൽ നിന്ന് മാറിയിട്ടുണ്ടാവും. നമുക്കൊരു പരിധി വരെ ആത്മഹത്യയെ, ഈ ഭാഗത്തുള്ള ആത്മഹത്യയെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇനിയും ബന്ധപ്പെട്ടവർ ഇത് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇവിടെ കരുവന്നൂരിനെ ഒരു ആത്മഹത്യ മുനമ്പാക്കി മാറ്റാതെ തീർച്ചയായിട്ടും ബന്ധപ്പെട്ടവർ വേണ്ട നടപടികൾ കൈക്കൊണ്ടില്ല എന്നുണ്ടെങ്കിൽ നാട്ടുകാർ ഇനി ഒരു വൻ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുവാനുള്ളൊരു സ്ഥിതിയുണ്ട്. കമിഴ്ന്നു കിടക്കുന്ന തരത്തിൽ ചണ്ടിയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. വാർഡ് മെമ്പർ നസീമ കുഞ്ഞുമോൻ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇരിങ്ങാലക്കുട പോലീസും ചേർപ്പ് പോലീസും സ്ഥലത്തെത്തി. ഇരിങ്ങാലക്കുട ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ മൃതദേഹം പുറത്തെടുത്തു.
പരിക്കേറ്റ മൈലിന് ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ശുശ്രൂഷയിൽ പുതുജീവൻ. ചേർപ്പ് തൃപ്രയാർ റോഡിൽ പടിഞ്ഞാട്ടുമുറി ഭാഗത്ത് ആണ് ടാർ റോഡിൽ പരിക്കേറ്റ നിലയിൽ മൈലിനെ കണ്ടത്. സ്കൂളിലെ OSA യോഗത്തിന് വരികയായിരുന്ന ഊരകം കുഴിച്ചാമഠത്തിൽ ബിജുവും കുടുംബവും വാഹനങ്ങൾ തടഞ്ഞ് മയിലിന് പറന്നു പോകാനുള്ള സാഹചര്യമൊരുക്കി. എന്നാൽ പറക്കാൻ ശ്രമിച്ച മയിൽ സമീപത്തെ മതിലിൽ ഇടിച്ചു വീണു. ഇതേ തുടർന്ന് ബിജു ഓട്ടോയിൽ മയിലിനെ സ്കൂളിലെത്തിച്ചു. അവിടെയുണ്ടായിരുന്ന പൂർവ്വ വിദ്യാർത്ഥിയും പെരുമ്പിലാവ് തിപ്പിലശ്ശേരി മൃഗാശുപത്രിയിലെ ഡോക്ടറുമായ ഡോക്ടർ സാം എബ്രഹാം മയിലിന് മരുന്ന് നൽകി പ്രാഥമിക ശുശ്രൂഷ നൽകി. മയിലിന്റെ കൊക്കിന്റെ അഗ്രഭാഗത്ത് മുറിവുണ്ടായിരുന്നു. യോഗത്തിനെത്തിയ മറ്റ് പൂർവ്വ വിദ്യാർത്ഥികളും ചികിത്സയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി. പിന്നീട് ഇവർ വിവരമറിയിച്ചതിനെ തുടർന്ന് മാന്നാമംഗലം വനം വകുപ്പിലെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ S. രാജേഷ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ KS. ഷിജു എന്നിവർ ചേർന്ന് മയിലിനെ കൊണ്ടുപോയി. കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിങ്ങോട്ടുകര മാവേലി സ്റ്റോറിലേക്ക് മാർച്ചും ധർണയും നടത്തി. സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി നൽകാതെ സാധാരണക്കാരെ കൊള്ളയടിക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. പെരിങ്ങോട്ടുകര നാലംകുടിയ സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് മാവേലി സ്റ്റോറിന് മുൻപിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ DCC ജനറൽ സെക്രട്ടറി NS അയ്യൂബ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ VK സുശീലൻ, ആന്റോ തുറയൻ, VK പ്രദീപ്, KN വേണുഗോപാൽ, MB സജീവ്, ബെന്നി തട്ടിൽ എന്നിവർ സംസാരിച്ചു. ഇവിടെ CPIയുടെ ഒരു മന്ത്രി നമ്മളിവിടെ ഒരു കാർഷിക യജ്ഞം നടത്തിയപ്പോൾ പറഞ്ഞു മുട്ടയും പാലും കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ ആ സ്ഥിതിയിലേക്കാണ് നമ്മുടെ നാട് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മുളകിന് ഇവിടെ 251 രൂപ എന്നാണ് പറഞ്ഞത്. ഇവിടെ DTയിൽ സഭാശേഷന്റെ കടയിൽ 200 രൂപയ്ക്ക് കൊടുക്കുന്നതാണ് പറയുന്നത്. അപ്പോ ഇത്തരത്തിൽ സർക്കാർ സംവിധാനത്തിലുള്ള മാവേലി സ്റ്റോറുകളിലും സപ്ലൈകോ ഔട്ട്ലെറ്റുകളൊക്കെ തന്നെ ഒരു സബ്സിഡിയും ഇല്ലാതെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന രീതിയിലേക്ക് വരികയാണ്. TT എന്ന് പറയുന്ന സ്ഥാപനം പൊതുവായിട്ടുള്ളതാണ്. അത് ഒരു സ്വകാര്യ വ്യക്തിയുടേതാണ്. ആ സ്വകാര്യ വ്യക്തിക്ക് എങ്ങനെ 200 രൂപയ്ക്ക് കൊടുക്കാൻ സാധിക്കുന്നു എന്ന് പഠിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നത്. CT ജോസ്, ശിവജി കൈപ്പുള്ളി, ലൂയിസ് താണിക്കൽ, നിസാർ കുമ്മം കണ്ടത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ലോക ബാങ്ക് ഉദ്യോഗസ്ഥർ അരിമ്പൂർ പാടശേഖരത്തിലെ വിളക്കുമാടം പാടശേഖരം സന്ദർശിച്ചു. റീബിൽഡ് കേരളയുടെ ഭാഗമായ തൃശൂർ, പൊന്നാനി, കോൾ പാടങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വിലയിരുത്താനും കർഷകരുമായി സംവദിക്കാനുമായാണ് സന്ദർശനം നടത്തിയത്. പാടശേഖരങ്ങളിൽ നടപ്പാക്കിയ പദ്ധതികൾ സംഘം കർഷകരുമായി ചോദിച്ചറിഞ്ഞു. കർഷകർ തങ്ങളുടെ ആവശ്യങ്ങളും ആശങ്കകളും ഉദ്യോഗസ്ഥരുമായി പങ്കുവച്ചു. ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റ് സ്പെഷ്യലിസ്റ്റുകളായ ദീപക് സിംഗ്, ബാലകൃഷ്ണ മേനോൻ, പരമേശ്വരൻ, നാസുകോ കിക്കുടുക്കി, അലിഫ് അഹിയാൻ, സബ് കളക്ടർ മുഹമ്മദ് ഷാഫി തുടങ്ങിയവരടങ്ങിയ സംഘമാണ് സന്ദർശനം നടത്തിയത്. അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ്, പഞ്ചായത്ത് കാർഷിക വികസന സമിതി ചെയർമാനും വാർഡംഗവുമായ K. രാഗേഷ്, നീതു ഷിജു, വിളക്കുമാടം പാടശേഖര സമിതി പ്രസിഡന്റ് ഗീത ചന്ദ്രഹാസൻ, സെക്രട്ടറി ഷാജൻ, വിളക്കുമാടം കൂട്ടുകൃഷി കർഷക സംഘം പ്രസിഡന്റ് PV അശോകൻ, സെക്രട്ടറി ശശിധരൻ, സംയുക്ത പാടശേഖര സമിതി പ്രസിഡന്റ് KK മുകുന്ദൻ, സെക്രട്ടറി KK അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൃഷി വകുപ്പ്, KLDC, ഇറിഗേഷൻ, KECB എന്നീ ഡിപ്പാർട്ട്മെന്റുകളിലെ ഉദ്യോഗസ്ഥരും സംഘത്തെ അനുഗമിച്ചിരുന്നു. ഇടവക സമൂഹത്തിനൊപ്പം ഇതര മതവിഭാഗങ്ങളിലെ ജനങ്ങൾ കൂടി സാഹോദര്യത്തിന്റെ മാതൃകയെ പ്രവർത്തിച്ച വൈദികന് ഊഷ്മളമായ യാത്രയയപ്പ് നൽകി വലപ്പാട് പൗരാവലി. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക ദേവാലയത്തിലെ വികാരി ഫാദർ ബാബു അപ്പാടനെയാണ് വലപ്പാട് പൗരാവലി ചേർന്ന് യാത്രയയപ്പ് നൽകിയത്. നാല് വർഷത്തെ സേവനം കഴിഞ്ഞ മുണ്ടൂർ ഇടവകയിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന ഫാദർ ബാബു അപ്പാടനെ യാത്രയാക്കാൻ അൾത്താര ബാലന്മാരടക്കം ഇടവക സമൂഹവും മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ടവരും ഉൾപ്പെടെ എത്തിച്ചേർന്നു. വലപ്പാട് സെയിന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിന് മുന്നിൽ നിന്ന് തുറന്ന ജീപ്പിൽ നാസിക് ഡോളിന്റെ അകമ്പടിയോടെ ഘോഷയാത്രയോടെയാണ് പൗരാവലി ഇദ്ദേഹത്തെ സമ്മേളനവേദിയിലേക്ക് ആനയിച്ചത്. തുടർന്ന് വലപ്പാട് ഭാവന ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങ് CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു.
എന്നിരുന്നാലും പല ഈ സ്വാഗത പ്രസംഗത്തിലും അതുപോലെ തന്നെ അധ്യക്ഷ പ്രസംഗത്തിലുമെല്ലാം വലപ്പാട് എന്താണെന്നും നമ്മുടെ ഫാദർ ബാബു അച്ഛൻ എന്താണെന്നൊക്കെ നിങ്ങൾ വളരെ വിശദമായി നിങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എൻ്റെ ചില വികസന കാര്യങ്ങൾ പറയാൻ അതെനിക്കത്ര താല്പര്യമില്ല. കാരണം ചെയ്തുകൊണ്ട് മാത്രമേ അങ്ങനെ വലിയ പ്രൗഢികമായ ചില കാര്യം പ്രഖ്യാപിക്കാൻ എനിക്ക് ആഗ്രഹമുള്ളൂ. ചില കാര്യങ്ങളിൽ എനിക്ക് മനസ്സിൽ തുറന്ന് പറയേണ്ട ചില സമയങ്ങളിൽ നമ്മൾ മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ അച്ഛൻ്റെ അടുത്ത് അങ്ങനെ ഒരു കാര്യം പറയേണ്ടതില്ല. പലപ്പോഴും നമ്മുടെ വലപ്പാട് ഇടവക പെരുന്നാളൊക്കെ വരുമ്പോൾ അച്ഛനെ പലവഴി പറഞ്ഞായിരിക്കും MLA വരണം, ഞങ്ങളുടെ പ്രസാദം കഴിച്ച് പോകണം എന്നൊക്കെ പറയേണ്ട. പലപ്പോഴും ഞാൻ പറയുന്ന സമയം എടുത്തുകൊണ്ട് ഞാൻ ഈ പ്രദേശത്ത് വരാനും അച്ഛൻ്റെ എന്താ പറയുക നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാനും അതിന് തരുന്ന പ്രസാദമാണ്. MLAയും മുഖ്യാതിഥി VP നന്ദകുമാറും ചേർന്ന് ഫാദർ ബാബു അപ്പാടന് പൗരാവലിയുടെ സ്നേഹസമ്മാനം സമർപ്പിച്ചു. പലപ്പോഴും ആദ്യമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷം നൽകിയാണ്. കാരണം ബാബുച്ചൻ സഭയ്ക്ക് അകത്ത് വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതിൽ, സഭയ്ക്ക് പുറത്ത് മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്നതിൽ ഒരുപോലെ വിജയിച്ച ഒരു വ്യക്തിയാണ്. അതുതന്നെയാണ് അദ്ദേഹത്തിന് ഇന്ന് കൊടുക്കുന്ന ആ മെമ്മൻറ്റോ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വലപ്പാട് വന്നപ്പോൾ 18 പ്രമുഖ വ്യക്തികളെ പ്രത്യേക ക്ഷണിച്ചിരുന്നു അദ്ദേഹത്തെ കാണാൻ. അതിൽ പ്രധാന വ്യക്തി ആയിരുന്നു ശ്രീ ബാബുച്ചൻ എന്നുള്ളത് നമുക്കൊക്കെ അദ്ദേഹത്തിൻ്റെ ആ സ്വീകാര്യത, സമൂഹത്തിലുള്ള സ്വീകാര്യത നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പൗരാവലി ചെയർമാൻ EK തോമസ് അധ്യക്ഷനായി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനീദ ആഷിഖ്, മെമ്പർ EP അജയ് ഘോഷ്, ഗീത ഗോപി, ഷാജി ചാലിശ്ശേരി, ഷിജോ പുത്തൂർ, CPI ലോക്കൽ സെക്രട്ടറി AG സുഭാഷ്, രാജൻ പട്ടാട്ട എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് കൊച്ചിൻ റെഡ് ബാൻഡ് അവതരിപ്പിച്ച മെഗാ ഷോ അരങ്ങേറി. തളിക്കുളം എരടയെഴുത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ മഹോത്സവത്തോടനുബന്ധിച്ച് ബുധനാഴ്ച ഗ്രാമപ്രദക്ഷിണം നടക്കും. വ്യാഴാഴ്ചയാണ് പള്ളിവേട്ട. വെള്ളിയാഴ്ച മഹോത്സവ ദിനം. രാവിലെ 8:30 മുതൽ 10 വരെ പ്രഭാത ശീവേലി, ഉച്ചയ്ക്ക് 2-ന് കാഴ്ച ശീവേലി, രാത്രി 7-ന് വർണ്ണമഴ, തുടർന്ന് ഗാനസന്ധ്യ, തായമ്പക തുടങ്ങിയ പരിപാടികൾ. ഉത്സവത്തിന്റെ ഭാഗമായി ഫെബ്രുവരി 7-ന് രാവിലെ 8:30 ഭഗവതിയുടെ ഗ്രാമപ്രദക്ഷിണം നടക്കും. ഫെബ്രുവരി 8-ന് രാത്രി 9-ന് പള്ളിവേട്ട മഹോത്സവം. ഫെബ്രുവരി 9 ഉത്സവദിനം രാവിലെ 8 മുതൽ 10 വരെ പ്രഭാത ശീവേലി, കിഴക്കൂട്ട് അന്യന്മാരാർ നയിക്കുന്ന പാഞ്ചാരി മേള. 2 മണിക്ക് കാഴ്ച ശീവേലി. കേരളത്തിലെ പ്രമുഖ 9 ഗജവീരന്മാർ അണിനിരക്കുന്നു. 4 മണിക്ക് പെരുവനം സതീശന്മാർ നയിക്കുന്ന പാണ്ഡിമേളം. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് AR റോഷ്, സെക്രട്ടറി EVS സ്മിത്ത്, വൈസ് പ്രസിഡന്റ് ES ഷൈജു, പ്രിൻസ് മദൻ, ഖജാൻജി EV ഷെറി എന്നിവർ പങ്കെടുത്തു. ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിലെ തിരുവോണ പൂജ ഈ മാസം 9-ന് ദീപാരാധനയ്ക്കു ശേഷം നടത്തും. പൂജയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നേരിട്ടോ 0487 2348 500 9400 741 151 എന്ന നമ്പറിലോ ബന്ധപ്പെടണമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 5775 രൂപ, പവന് 46,200 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭിന്നശേഷിക്കാർക്ക് ആശ്വാസം പകരുന്ന പദ്ധതിക്ക് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽ തുടക്കം. ഭിന്നശേഷി സൗഹൃദ ബ്ലോക്ക് എന്ന വിപുല പദ്ധതിക്കാണ് തുടക്കം കുറിച്ചത്. കരുവന്നൂർ പുഴയുടെ തീരത്ത് വീണ്ടും ഒരു മൃതദേഹം കണ്ടെത്തിയത് പ്രദേശവാസികളിൽ ആശങ്ക നിറച്ചു. കരുവന്നൂർ വലിയ പാലത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തായി
റിലയൻസ് സ്മാർട്ട് പോയിന്റിന് പുറകുവശത്തായാണ് അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിങ്ങോട്ടുകര മാവേലി സ്റ്റോറിലേക്ക് മാർച്ചും ധർണയും നടത്തി. സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി നൽകാതെ സാധാരണക്കാരെ കൊള്ളയടിക്കുകയാണ് സംസ്ഥാന സർക്കാർ ആരോപിച്ചായിരുന്നു പ്രതിഷേധം. ലോകബാങ്ക് ഉദ്യോഗസ്ഥർ അരിമ്പൂർ പാടശേഖരത്തിലെ വിളക്കുമാടം പാടശേഖരം സന്ദർശിച്ചു. റീബിൽഡ് കേരളയുടെ ഭാഗമായ തൃശൂർ പൊന്നാനി കോൾ പാടങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വിലയിരുത്തിയ സംഘം കർഷകരുമായി സംവദിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.